നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മൾ ടൂർ പോയത് എവിടെ കണ്ണൂർ. അപ്പോൾ കണ്ണൂർ നമ്മൾ പോയിട്ട് അവിടെ സ്റ്റേ സ്റ്റേഷനിൽ കഴിഞ്ഞു ഒരു വീട്ടിൽ ഹോം സ്റ്റേ ആയിട്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. എന്നിട്ട് ആദ്യമായിട്ട് നമ്മൾ പോയത് അറക്കൽ മ്യൂസിയം ആയിരുന്നില്ല. പിന്നീട് അവിടെ നമ്മൾ പോയത് സെൻറ്റൈവിലോ ഫോർട്ട് കാണാനാണ്. സെൻറ്റൈവിലോ ഫോർട്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മൾ പോണ വഴിക്കുള്ള കാഴ്ചകളാണ്. നമ്മൾ കണ്ണൂർ സിറ്റിയിൽ നിന്ന് 3 കിലോമീറ്ററോളം ദൂരമുള്ളൂ സെൻറ്റൈവിലോ കോട്ടയിലേക്ക്. അപ്പോൾ നമ്മൾ ഓട്ടോയിലാണ് ട്രെയിനിങ് കേന്ദ്രമാണ്. ലോക്കൽ ലോക്കൽ ആൾക്കാർക്കാണ് കൂടുതൽ അറിയാം. അപ്പോൾ നമ്മൾ ആൾക്കാരേക്ക് പോകണമെങ്കിൽ അവർക്ക് അവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിയും. എല്ലാ ബോർഡേഴ്സിലും സ്ഥലങ്ങളൊക്കെ തന്നെ അവരെ കൊണ്ട് തന്നെ കഴിയും. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സഹായിച്ച ഒരു നമ്മളിപ്പോൾ പോണത് ആർമി ഓഫീസിൻ്റെ അപ്പോൾ അതിൻ്റെ ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ അവരുടെ ആർമി ബക്ഷീലിൻ്റെ ഇതൊക്കെ ആണ്. പിന്നെ അവരുടെ താമസം ഹോട്ടൽസൊക്കെ. റൈറ്റ് സൈഡിൽ അവർക്ക് വേണ്ടി മാത്രമേ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പാർക്കുകളുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നത് ആ കോട്ടയിലേക്കുള്ള വഴിയാണ്. നല്ല രസമുണ്ട് കാണാൻ. നല്ല മരങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ള റോഡ്. അധികം തിരക്കൊന്നുമില്ല അങ്ങനെ അങ്ങോട്ട്. പക്ഷെ അത് കടലിൽ തീർക്കാണ് കേട്ടോ. അതിൻ്റെ മുന്നിലാണ് കോട്ടയുടെ നല്ല വലിയൊരു കോട്ടയാണ്. അതിൻ്റെ ഒരു ഓപ്പൺ എൻട്രൻസ് എന്ന് പറയുന്നത് ഈ ഭാഗമാണ് അതിൻ്റെ ഫ്രണ്ട് ആയിട്ട് വരുന്നത്. അപ്പോൾ അവിടെ കുറേ പാർക്കും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു വിശാലമായൊരു പാർക്കിങ്ങിൽ വലിയ ഒരു കോട്ടയാണ്. പാലക്കാട് കോട്ട കാണാൻ പോയിട്ടുണ്ട്. പക്ഷേ അതിന് മാഷ് വലുതാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഏരിയയാണ്. നല്ല മനുഷ്യന്മാർക്ക് യെല്ലോ നാലേക്കുള്ള ഒരു അത്ഭുതം തന്നെയാണ് ഇതൊക്കെ കാണുന്നത്. അപ്പോൾ ഉയർത്തിപ്പിടിക്കാൻ കാലിൻ്റെ അടി പിടിക്കേണ്ടവർ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. ചുരുങ്ങിയ കാശുള്ളൂ ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറാണത്. ടിക്കറ്റ് കൗണ്ടറും ഏകദേശം കോട്ടയുടെ രൂപത്തിൽ അതാ ഒരു എന്താ പറയുക ഒരു മതിൽക്കെട്ടും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ. അത് അതിൽപ്പെട്ടതാണോ ഇനി അതിനുശേഷം നിർമ്മിച്ചാണോ എന്നറിയില്ല. പിന്നെ നമുക്കൊക്കെ അറിയാം കോട്ടയ്ക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഒരു കിടങ്ങ് പോലെ ഉണ്ടാവും എൻട്രൻസിൻ്റെ ഇത്. അത് ആ കോട്ടയെ ചുറ്റും ഉണ്ടാവും. കോട്ടയുടെ ചുറ്റും അതുപോലെയുള്ള ഒരു കിടങ്ങാണ് കാണുന്നത് കേട്ടോ. അത് ഈ കോട്ടയുടെ ഇപ്പുറത്തെ സൈഡിലുണ്ട്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിലുണ്ട്. പിന്നെ മറുപുറം അപ്പുറത്തെ സൈഡ് എന്ന് പറയുമ്പോൾ കടലാണ്. നമ്മളെ പാലക്കാട് കോട്ടയ്ക്കൊക്കെ ഒന്നും കടൽ തീരത്തല്ലല്ലോ. അത് അതിന് ചുറ്റും ഈ കിടങ്ങ് പോലെ ഉണ്ട്. പക്ഷേ ഇതിന് ഈ 2 സൈഡിലാണ്. മൂന്നാമത്തെ സൈഡ് എന്ന് പറയുമ്പോൾ അപ്പുറത്തെ സൈഡ് എന്ന് പറയുമ്പോൾ കടലാണ്. വീണ് നല്ല രസമാണ് കാണാൻ കേട്ടോ. അടിപൊളിയാണ് കാണാൻ. വലിയൊരു കോട്ടയാണ്. അപ്പോൾ അധികം കേടുപാടുകൾ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ സാധാരണ നമ്മൾ കോട്ടകളൊക്കെ കാണുമ്പോൾ ചിലതൊക്കെ ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ഇതിന് വലിയ എന്താ പറയുക കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ കയറി ചെല്ലുന്ന വലിയ ഒരു എൻട്രൻസിന് നമ്മൾ കിടക്കുന്ന പാസേജാണത് കേട്ടോ. അവിടെ മുതൽ നമ്മളെ കോട്ട സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മളവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ എന്തുണ്ട് ഇതിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും പിന്നെ അതിൻ്റെ ഒരു എന്താ പറയുക റൂട്ട് കാര്യങ്ങൾ അത് അങ്ങനെയുള്ള കുറച്ച് പ്ലാനിങ് അതൊക്കെ കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വായിച്ച് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നമ്മളങ്ങനെ അങ്ങോട്ട് കയറുമ്പോൾ കണ്ട നല്ല റൂമിലുണ്ടോ മാഷ്
വിശാലമായിട്ടുള്ള കോമ്പൗണ്ട് ആരംഭിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് 1505 പോർച്ചുഗീസുകാർ പണിതാണ് കേട്ടോ. അപ്പോൾ ആദ്യം പോർച്ചുഗീസുകാർ വന്നിട്ട് പോർച്ചുഗീസുകാർ പണിതതാണ് സെൻറ്റ് ഏഞ്ചലോ ഫോർട്ട്. പിന്നെ അതിനുശേഷം അവർ 158-56 വർഷം അവർ ഇവിടെ ഭരിക്കുകയുണ്ടായല്ലോ. അപ്പോൾ ആ സമയം അത്രയും അവരായിരുന്നു അത് ഉപയോഗിച്ചിരുന്നത്, അവർ നിർമ്മിച്ചതാണ്. പിന്നെ അതിനുശേഷം ഫ്രഞ്ചുകാർ വന്ന് ഫ്രഞ്ച് കീഴടക്കി, ഫ്രഞ്ച് കോളനി. പിന്നെ അവർ 114 വർഷം അങ്ങോട്ട് അവരിവിടെ ഈ കോട്ട ഉപയോഗിച്ചു. പിന്നെ ഈ ഫ്രഞ്ചുകാരിൽ നിന്നും കണ്ണൂർ, നമുക്കറിയാലോ അറക്കൽ രാജവംശം, അവരായിരുന്നു അറക്കൽ ആ ഒരു കുടുംബമായിരുന്നു, അവരായിരുന്നല്ലോ അവിടെ ഭരിച്ചിരുന്നത്. അപ്പം അവിടുത്തെ ആലി രാജ അദ്ദേഹമാണ് ഇത് അന്നത്തെ 1,00,000 രൂപ കൊടുത്തിട്ട് ഈ കോട്ട ഫ്രഞ്ചുകാരുടെ കയ്യിൽ നിന്ന് വാങ്ങിയത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ചുറ്റും നമുക്ക് കാണാം, ഇതിൻ്റെ ഉള്ളിൽ പല ഭാഗത്തായിട്ട് നമുക്ക് ഇങ്ങനെ പീരങ്കികൾ സ്ഥാപിച്ചിട്ടുള്ളത് കാണാം. ഇപ്പോൾ സാധാരണ നമ്മൾ 1, 2, 3 ഒക്കെ അല്ലേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഈ കോട്ടയിലാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരുപാട് പീരങ്കികൾ ഇതിന് ചുറ്റുമായിട്ട് ഇങ്ങനെ കോട്ടയുടെ മെയിൻ ഭാഗങ്ങളിലൊക്കെ ആയിട്ട്, പ്രത്യേകിച്ചും കടലിൻ്റെ ഈ എന്താ പറയുക അറബിക്കടലിൻ്റെ തീരത്ത് അതിമനോഹരമായിട്ട് നിൽക്കുന്ന ഒരു ഭംഗിയുള്ള ഒരു കോട്ടയാണ്, മനോഹരമായ കോട്ട. അപ്പോൾ ഈ കടലിൻ്റെ തുറമുഖ ഭാഗത്തേക്ക്, അതായത് കടലിലേക്ക് അഭിമുഖമായിട്ട് ഒരുപാട് പീരങ്കികൾ ഇങ്ങനെ വെച്ചിട്ടുള്ളത് നമുക്ക് കാണാം. അതിനായിട്ട് പ്രത്യേകം മതിലുണ്ടെങ്കിൽ ആ മതിലിന് പ്രത്യേകം സൗകര്യം വരുത്തിയിട്ട്, അതായത് അവിടെ എന്ത് ചെയ്തില്ല, മതിൽ യോജിപ്പിക്കാതെ ആ പീരങ്കികൾക്ക് എന്താ പറയുക പീരങ്കി വെക്കാൻ അനുയോജ്യമായ രീതിയിൽ മതിൽ അവിടെ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് ആ രൂപത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു പീരങ്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ പീരങ്കികളുടെ ഒരു ലോകം തന്നെയാണ്, അതിൻ്റെ ഒരുപാട് പീരങ്കികളുണ്ട്. പിന്നെ നമുക്ക് കാണാവുന്നത് അതിൻ്റെ വൃത്തിയാണ് കേട്ടോ. നല്ല വൃത്തിയിൽ അവർ സൂക്ഷിക്കുന്നുണ്ട് ഈ കോട്ടയുടെ ഉള്ളിലൊക്കെ. കച്ചറയും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല, ഒരുപാട് ജോലിക്കാരൊക്കെ ഉണ്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ. അത്ര നല്ല വൃത്തി, നല്ല നീറ്റായിട്ടാണ് അവരവിടെ ഈ കോട്ട നിലനിർത്തിയിട്ടുള്ളത്. എന്താ പറയുക, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കോട്ടയുടെ ഉള്ളിൽ. നമുക്ക് ഇഷ്ടം പോലെ ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ പറ്റും. കുട്ടികളാണെങ്കിൽ പീരങ്കി കണ്ട് മതിയായിട്ടില്ല, അവരിങ്ങനെ പിന്നെ ഇങ്ങനെ നോക്കുകയാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ കണ്ട ഈ ഒരു എൻട്രൻസിൽ കൂടെ നമ്മൾ പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെ 2 സൈഡിലായിട്ട് ഇതുപോലെ ഇങ്ങനെ കാണാം കേട്ടോ. ഉള്ളതാണെന്ന് അറിയില്ല. പിന്നെ ഒരു സൈഡിൽ ഇങ്ങനെ സ്റ്റെപ്പ് പോലെ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടെ കയറിയാലും ഒക്കെ നമ്മൾ ഒരു സ്ഥലത്ത് തന്നെയാണ് എത്തുന്നത്. അപ്പം എന്താണ് ഇതിൻ്റെ പർപ്പസ് അങ്ങനെ ഒന്നും അറിയില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള പല ബിൽഡിങ്സ് പോലെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ കണ്ടാൽ ഇത് എന്തായിരുന്നു സൈനിക പരിശീലനം പോലെ, അല്ലെങ്കിൽ സൈന്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ ആയിരിക്കാം. പല രൂപത്തിൽ പല രീതിയിലും ഒക്കെയുള്ള എന്താ പറയുക ബിൽഡിങ്സുകളുണ്ട്, പല മോഡലിലും എന്ന് പറയണ പോലെ ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഈ വഴി കൂടെ അങ്ങനെ പോയാൽ നമുക്ക് കടലിലേക്ക് എത്താം. അത് ആ ഭാഗത്ത് കൂടെ ആ പാസേജിൽ കൂടെ എല്ലാവരും നല്ല എൻജോയ് ചെയ്യാൻ കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ നല്ല രസമുണ്ട്. ഇഷ്ടം പോലെ നല്ല തണൽ മരങ്ങളും എന്താ പറയുക എല്ലാ കാര്യങ്ങളും. നമ്മുടെ അൻവർ സിനിമയുടെ ലൊക്കേഷൻ, ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ ഇവിടെ ആയിരുന്നു കേട്ടോ. ഏതാ ജയിൽ, അതാ തോന്നുന്നുണ്ട്. ആ ജയിലിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അൻവറിലെ ജയിൽ ഷൂട്ട് നടന്നിട്ടുള്ളത് നമ്മുടെ ഈ കോട്ടയിലാണ് കേട്ടോ. പിന്നെ അതുപോലെ ചില സിനിമകളൊക്കെ ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്, എനിക്കറിയില്ല കേട്ടോ. അൻവർ സിനിമയുടെ കാര്യം ഉറപ്പായിട്ടും അറിയാം. ഇപ്പോൾ ഇതൊക്കെ സിനിമകളുടെ ഷൂട്ടിംഗ് അവിടെ വെച്ച് നടത്തിയിട്ടുണ്ട്. പിന്നെ നമ്മളിങ്ങനെ കയറി കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ പോകുന്ന പാസേജ് ഇങ്ങനെ
ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ. അത് കൂടെ നമ്മൾ അങ്ങനെ പോയിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക്, ഇപ്പോൾ കോട്ടയൊന്നും ആയിട്ടില്ല കേട്ടോ. ഇത് കോട്ടയുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ എന്താ പറയുക, പാസേജിൽ കൂടെ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി കഴിഞ്ഞാൽ കാണുന്ന ഒരു ഭാഗമാണ്. പിന്നെ ആ കാണുന്ന ആ വാതിലുണ്ടല്ലോ, ആ ഗ്രില്ല്, അതിൻ്റെ ഉള്ളിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്യാനുള്ള കുറച്ച് സാധനം, അടിച്ചു വരാൻ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് പണ്ട് കാലത്ത് അത് എന്തിനു വേണ്ടി ഉപയോഗിച്ചതെന്നറിയില്ല. ജയിലോ തടവറയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കാം, എനിക്ക് പറയാൻ അറിയില്ലല്ലോ. കണ്ടില്ലേ? പിന്നെ അവിടെ എന്തോ പ്രദർശനം എന്തോ നടന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട് പണ്ടെങ്ങാണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന, ഓഡിയൻസിന് ഇരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന കസേരകളാണ് തോന്നുന്നുണ്ട് അത് കേട്ടോ. അടുക്കടുക്കായിട്ടുള്ള കസേരകൾ കാണാനുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ നടത്തം കോട്ടയുടെ ഉള്ളിലൂടെയുള്ള നടത്തം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ നടക്കുകയാണ് കേട്ടോ. നല്ല രസമാണ് കാണാൻ, നല്ല പീസ്ഫുള്ളായിട്ട്, നല്ല തണലൊക്കെ ആയിട്ട് നല്ല രസമാണ്. വേറൊരു മൈൻഡ് ആവട്ടെ നമ്മളവിടെ കയറി ഇങ്ങനെ അത് കൂടെ ഒക്കെ ഇങ്ങനെ നടക്കുമ്പോഴേ വളരെ പീസ്ഫുള്ളായിട്ട് നമുക്കിങ്ങനെ നടക്കാം. വലിയ ബഹളങ്ങളൊന്നുമില്ല. ഇപ്പം കണ്ണൂർ നമ്മൾ കാണാൻ പോയ എല്ലാ സ്ഥലത്ത് നമ്മൾ പോയതൊടത്തൊക്കെയും ഇതേപോലെ പീസ്ഫുള്ളാണ് കേട്ടോ. വലിയ തിരക്ക്, ഇപ്പം നമ്മൾ തൃശ്ശൂർ, പിന്നെ പാലക്കാട്, കോട്ടമൈതാനി അവിടെയൊക്കെ നമ്മൾ പോയാലും തീരെ റഷ് ഉണ്ടാവുമല്ലോ. ഇവിടെ അങ്ങനെ റഷൊന്നുമില്ല. കണ്ണൂർ നമ്മൾ കാണാൻ പോയാൽ എന്താണെന്നറിയില്ല, ജനങ്ങളൊക്കെ നല്ല പീസ്ഫുള്ളായിട്ട് ഇങ്ങനെ നല്ലൊരു ഇതായിട്ടാണ് തോന്നിയത്. പിന്നെ അവിടെ പൂമരമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നല്ല തണലാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. പൂമരങ്ങളൊക്കെ പൂവിട്ടിട്ട് ഇങ്ങനെ നിന്നിട്ട്. അവിടുത്തെ വർക്കേഴ്സാണ് കേട്ടോ, അവിടെ ജോലിക്കാരാണ്, അവിടെ ക്ലീൻ ചെയ്യണം ആ ഏരിയ. അപ്പോൾ അവരിങ്ങനെ ഇത്രയും വൃത്തിയിലും സൂക്ഷിക്കണോണ്ടാണ് കേട്ടോ നമുക്ക് അത് എന്താ പറയുക, വിനോദസഞ്ചാരികൾക്കൊക്കെ അവിടെ അങ്ങനെ പിന്നെ പോകാൻ തോന്നുന്നതൊക്കെ ആ സ്ഥലത്തിൻ്റെ ഒരു നീറ്റ്നെസ്സും ആ ഒരു നമ്മളവിടെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സംതൃപ്തിയും സമാധാനം ഒക്കെയാണല്ലോ. അപ്പോൾ അങ്ങനെ പോകാൻ പറ്റിയ ഒരു അടിപൊളി ഒരു സ്പേസാണ് കേട്ടോ. ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് നമ്മുടെ സെൻറ്റ് ഏഞ്ചലോ കോട്ട. അപ്പോൾ ഇവിടെ ഒരുപാട് കീഴടക്കപ്പെടുന്നതിൻ്റെയും കീഴടങ്ങിയതിൻ്റെയും കീഴടക്കപ്പെട്ടതിൻ്റെയും ഒക്കെ തോൽവിയുടെയും വിജയത്തിൻ്റെയും ഒക്കെ കഥകൾ പറയാനുണ്ടായിരിക്കുമല്ലോ ഈ കോട്ടയ്ക്ക്. പോർച്ചുഗീസുകാർ വന്ന് ഇത് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ആണ്. അദ്ദേഹമാണ് ഇത് പണിയാൻ ഉത്തരവിട്ടത്. അദ്ദേഹമാണ് ഇതിൻ്റെ നേതൃത്വം ലീഡറായിട്ട് ഇതിൻ്റെ പണി തുടങ്ങിയത്. അദ്ദേഹം തന്നെയാണ് ഇത് പൂർത്തീകരിക്കുന്നവരെ അദ്ദേഹം തന്നെയായിരുന്നു. 5 ദിവസമാണ് ഇതിൻ്റെ പ്രാരംഭ നടപടികൾ, അതായത് കോട്ട നിർമ്മാണത്തിൻ്റെ ഈ സെൻറ്റ് ഏഞ്ചലോ കോട്ടയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ 5 ദിവസം കൊണ്ടാണ്, 5 ദിവസം എടുത്തു തീരാനെന്നാണ് പറയുന്നത്. കോട്ട ഉണ്ടാക്കാനല്ല കേട്ടോ, കോട്ടയുടെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വീടുണ്ടാക്കുമ്പോൾ ഫൗണ്ടേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഡേ ഉണ്ടാവുമല്ലോ, അതുപോലെ ഒരു 5 ദിവസം എടുത്തിട്ടാണ് ഇതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തീർത്തത് എന്നാണ് പറയുന്നത്. പിന്നെ നമ്മളിത് ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ കാണുന്നതാണ് കേട്ടോ ഇത്. ഇങ്ങനെ ഒരു ഏരിയ ചുറ്റും ബിൽഡിങ്സ് പോലെ ഉണ്ട് കേട്ടോ. അതായത് ആ കാണുന്നത് കടലിൻ്റെ ഭാഗമാണ്. അതുകൂടാതെ ഇങ്ങനെ പല രൂപത്തിൽ ഇങ്ങനെ ഉണ്ട്. ഇതിപ്പോൾ അവിടെ എന്തോ ഒരു കഫറ്റീരിയ എന്തോ അതിൻ്റെ ഒരു ഇതാണ്. അതുകൂടാതെ ഇതുപോലെ നമ്മൾ വേറൊരു ഭാഗത്തേക്ക് നമ്മൾ നടന്നു വരുന്ന ഭാഗത്ത് തന്നെ ഒരു വലിയൊരു ഇതുണ്ട്. ഇതായിരിക്കും ശരിക്കും എന്താ പറയുക ഷൂട്ടിംഗ് നടന്ന ലൊക്കേഷനാണ്. പിന്നെ അൻവർ സിനിമയുടെ ജയിലിൻ്റെ ഭാഗമായിട്ട് ഷൂട്ട് ചെയ്തത് കേട്ടോ. കണ്ട ഈ ഒരു ഏരിയ തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ തന്നെ ഗോവണിയൊക്കെ ഉണ്ട് മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അതങ്ങനെ കയറിയാൽ നമുക്ക് ശരിക്കും ചുറ്റും നമുക്ക് ഈ കോട്ടയുടെ മുഴുവനായിട്ടുള്ള ഒരു രൂപം നമുക്ക് മനസ്സിലാവും. കണ്ട ഇത് കൂടെ പോയിട്ട് സ്റ്റെപ്പ് ഉണ്ട് മുകളിലേക്ക് കയറാൻ. അവിടെ എന്തൊക്കെ സാധനങ്ങൾ മരത്തിൻ്റെ ഇതൊക്കെ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. കണ്ട ഈ സ്റ്റെപ്പ് കയറി അങ്ങനെ മുകളിലേക്ക് ചെന്നാലേ നമുക്ക് ആ മുകളിൽ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ നടന്നിട്ട്
അതിൻ്റെ താഴേക്ക് ഇങ്ങനെ ഓരോ അറകൾ പോലെയൊക്കെ ഉണ്ട് കേട്ടോ. എന്തൊക്കെയാണ് അന്ന് പണ്ട് കാലത്ത് എന്തിനൊക്കെയോ ഉപയോഗിച്ചിരുന്നതാണിത്. പിന്നെ കോട്ടകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, പ്രധാനമായിട്ടും ഈ തുറമുഖത്തുണ്ടാകുന്ന വാണിജ്യപരമായിട്ടുള്ള ഇടപാടുകൾക്ക്, പിന്നെ യുദ്ധം, എന്താ പറയുക, ആരൊക്കെ കടലിലൂടെ വരുന്നത് അന്നൊക്കെ തിരിച്ചറിയാനും പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും സൈനിക സേവനങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെ ഉപയോഗിച്ചിരുന്നല്ലോ. അപ്പം പോർച്ചുഗീസുകാർ ഇത് പണിയുന്ന സമയത്ത് ഇതിനേക്കാൾ വലിപ്പം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഫ്രഞ്ചുകാർ ചിലവ് ചുരുക്കാൻ വേണ്ടിയിട്ട് കോട്ടയുടെ വലിപ്പം ഒന്ന് കുറച്ചു എന്നാണ് പറയണത്. അത് അപ്പോൾ ഇപ്പം തന്നെ ആ കോട്ട നല്ല വലുതാണ്. അപ്പോൾ അത് എത്രത്തോളം അന്ന് ഉണ്ടാക്കിയ സമയത്ത് ഉണ്ടായിരിക്കാം. അപ്പോൾ മാഷാണെങ്കിൽ അവിടെ കയറിയിട്ട് പിന്നെ അവിടെ അങ്ങോട്ട് ഇരുന്ന് കേട്ടോ. കുറേ അങ്ങോട്ട് സ്റ്റെപ്പ് കയറി കഴിഞ്ഞിട്ട് പിന്നെ മക്കളും ഒക്കെ ഉണ്ട്. അവർ രണ്ടാൾക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് അവർ ഓടി ചാടി കയറി അല്ലാതെ ഒക്കെ നടന്ന് കണ്ടു കേട്ടോ. അതിൻ്റെ മുകളിൽ കയറിയാൽ നമുക്ക് ആ കോട്ടയുടെ മൊത്തമായിട്ടുള്ളൊരു വ്യൂ കിട്ടും. നല്ല രസമാണ് കാണാൻ. അതിൻ്റെ മുകളിൽ നിന്ന് കടലിലേക്കുള്ള കാഴ്ചയും ഒക്കെ, ശാന്തമായിട്ട് ഒഴുകുന്ന അറബിക്കടലിൻ്റെ സെൻറ്റ് ഏഞ്ചലോ കോട്ടയിലേക്കുള്ള അഭിമുഖമായിട്ടുള്ള ഭാഗങ്ങൾ ഒക്കെ നല്ല രസമാണ് കാണാൻ. കണ്ട ഇങ്ങനെ ഇതിന് താഴെയൊക്കെ ഇതൊരു ബിൽഡിങ് പോലെയാണ് കേട്ടോ. എന്താ പറയുക, ഇതിന് താഴെയൊക്കെ കുറേ അറകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എന്താ പറയുക, ഇങ്ങനെയൊക്കെ ആ കാണുന്ന രൂപത്തിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ശരിക്കും അതിൻ്റെ ഉള്ളിൽ കയറിയാൽ നമുക്ക് ഇത് എന്തിനായിരുന്നു, ഇത് ചിലപ്പം പട്ടാള മാർച്ചൊക്കെ പോലെ സൈനികരുടെ എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ നടക്കുന്നതൊക്കെ ആയിരിക്കാം. ചിലപ്പോൾ അങ്ങനെ അറ്റാക്ക് ഉണ്ടാകുമ്പോഴൊക്കെ ഒരു സ്ഥലത്ത് കൂടെ വന്ന്, ഇന്നിപ്പോൾ നമുക്കതൊക്കെ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ നിസ്സാരമായിട്ട് തോന്നാം. അന്നെന്ന് പറയുമ്പോൾ നമുക്ക് അതൊക്കെ ഭയങ്കര എത്രയോ വർഷങ്ങൾക്ക് മുന്നെയാണ്. 1505 ആണിത് ആദ്യമായിട്ട് പോർച്ചുഗീസ് പണിതത്. പിന്നെ അവർ ഒരു 156 വർഷത്തോളം അവരിത് അവരുടെ തന്നെ ആയിരുന്നു. ഫ്രഞ്ച് കോളനി ഇവിടെ സ്ഥാപിതാവുന്ന വരെ ഫ്രഞ്ചുകാരിവിടെ വന്ന് അവരുടെ കോളനിയായിട്ട് ഇത് പോർച്ചുഗീസിനെ കീഴടക്കിയിട്ട് ഫ്രഞ്ചുകാർ വന്നപ്പോൾ പിന്നെ അവരായി ഇതിൻ്റെ 100 സംതിങ് വർഷത്തോളം, 112 14 അത്ര വർഷത്തോളം അവരെന്നെ ഇവിടെ ഭരിച്ചു. അപ്പോൾ ആ സമയത്തൊക്കെ അവർ അവരുടെ എന്താ പറയുക സൈനികപരമായ ആവശ്യങ്ങൾക്കും വാണിജ്യപരമായ ആവശ്യങ്ങൾക്കും ഒക്കെയും അവർ ഉപയോഗിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നല്ലോ ഇത്. പിന്നെ അതിന് ശേഷം ഈ എന്താണ് അറക്കൽ രാജവംശത്തിലെ ആലി രാജ അവർകൾ എന്ത് ചെയ്യാണ്, അവരിത് ഫ്രഞ്ചുകാരുടെ കയ്യിൽ നിന്ന് വാങ്ങുകയാണ്. അപ്പം വാങ്ങണ സമയത്ത് അന്നത്തെ 1,00,000 രൂപ കൊടുത്തിട്ടാണ് വാങ്ങിയതെന്നാണ് പറയണത്. 1,00,000 രൂപ. അപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ 1700 ആ സമയത്ത് 1700 ആ സമയത്താണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, 1700 സ്റ്റാർട്ടിങ് കാലഘട്ടം. അപ്പോൾ നമ്മുടെ ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ കടലാണ് കേട്ടോ, കടലിൻ്റെ ഒരു ഭാഗമാണത്. അന്ന് ഡയറക്റ്റ് കടലിലേക്കൊരു എൻട്രൻസ് പോലെ ഉണ്ടായിരിക്കാം. പിന്നെ അതിൻ്റെ ഇടയിലൊരു റോഡൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഇതൊക്കെ പിൽക്കാലത്ത് ഉണ്ടായിരിക്കാം. അപ്പോൾ അന്ന് എന്ന് പറയുമ്പം കടലിൻ്റെ തീരത്ത്, കടലിനോട് അഭിമുഖമായിട്ട് ഇതിൻ്റെ തീരത്ത് വേറെ ഒന്നും ഇല്ലാതെ ഈ കോട്ട തന്നെ ആയിരിക്കും അതിനോട് ഏറ്റവും അടുത്തത്. പിന്നെ ആയിരിക്കും അതിൻ്റെ ഇടയിലൊരു റോഡൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് കടലിലേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച. കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട്. ബസ് നല്ലൊരു സൂപ്പർ പ്ലേസാണ്. പിന്നെ മുകളിലും കുറേ പീരങ്കികളൊക്കെ എന്താ പറയുക സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്നും പിന്നെ അന്ന് വെച്ച് തന്നെ ആയിരിക്കും, പിന്നെ അതൊന്നും എടുത്തിട്ടുണ്ടാവില്ല. കടലിനെ അഭിമുഖമായിട്ടാണ് വെച്ചിട്ടുള്ളത്. കണ്ടില്ലേ, കാണിച്ചേ കടലിലേക്കുള്ള കാഴ്ചയാണ് കേട്ടോ. ഒരുപാട് ബോട്ടുകൾ ഇങ്ങനെ ഒക്കെ എടുക്കുന്നുണ്ട്. മത്സ്യബന്ധന ബോട്ടുകളായിരിക്കാം. ഒരുപാട് ബോട്ടുകൾ അവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. പിന്നെ കണ്ട ഇതുപോലെ
ഇങ്ങനെ താഴത്തും കടലിന് അഭിമുഖമായിട്ട് ഒരുപാട് പീരങ്കികൾ ഇങ്ങനെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു അറ്റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ശക്തമായി പ്രതിരോധിക്കാൻ കഴിയും ഇവിടെ നിന്നിട്ട്. അപ്പോൾ കണ്ട അവിടെ ഉണ്ട്, കോട്ടയുടെ മുകളിലുണ്ട്, താഴത്തുമുണ്ട്, ചുറ്റുമുണ്ട്. അപ്പോൾ രസമാണ് കാണാൻ കോട്ടയുടെ മുകളിലത്തെ ഒരു വ്യൂ ആയിട്ട് നമ്മൾ ഈ കാണുന്നത്. ഒരു ഭാഗത്തുള്ള കോട്ടയുടെ എല്ലാ ഭാഗത്തുമല്ല, ഒരു ഭാഗത്തുള്ള ഒരു വ്യൂ. അതിൻ്റെ മുകളിൽ നമുക്ക് കയറി നിന്നാൽ ഏകദേശം എല്ലാ സ്ഥലം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ മുകളിൽ വരെ മരം മുളച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ആൾക്കാർ ഇന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. അത്രേ സ്ട്രോങ് ആയിട്ടായിരിക്കും ഒരു ഇത് പണിതിട്ടുണ്ടാവുക എന്ന് ആലോചിച്ച് നോക്ക്. പീരങ്കി കേട്ടോ, അവിടുത്തെ ഫ്രഞ്ചുകാരുടെ ഒരു വൈഭവം കണ്ടോ. ഇങ്ങനെ ഇത്രയും നീറ്റായിട്ട് ഇന്നും അത് അതേപോലെ തന്നെ അടിപൊളിയിലിരിക്കുന്നുണ്ട്, ഒരു കേടുമില്ലാതെ. എത്ര സ്ട്രോങ് ആയിട്ടാണ് അവരത് സൃഷ്ടിച്ചിട്ടുള്ളത് നോക്ക്. എത്ര സ്ട്രോങ് ആയിട്ടുള്ള നിർമ്മിതിയാണിത് നോക്കി നോക്ക്. എത്രയോ വർഷങ്ങൾക്ക് ശേഷം തലമുറകൾ കഴിഞ്ഞ് വന്നിട്ടും ജനങ്ങൾക്കത് കാണാൻ ഇപ്പോഴും ഉണ്ട് അടിപൊളിയായിട്ട്. ഇതൊക്കെ നമ്മൾ പോയി കാണണം കേട്ടോ. നല്ല ഒരു പ്ലേസാണ്. അറക്കൽ മ്യൂസിയം പോലെ തന്നെ നമ്മൾ കാണേണ്ട ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ കോട്ടയ്ക്ക് കയറുമ്പോൾ കണ്ടില്ലേ ഒരു കിടങ്ങ്, അതിൻ്റെ ഒരു ഭാഗമാണത് കേട്ടോ. പിന്നെ ഇത് താഴത്ത് വന്നിട്ട് താഴത്ത് കാണുന്ന ഇങ്ങനെ റൂമുകൾ പോലത്തെ ഗ്രില്ലിട്ടിട്ടുള്ള, അതിലൊക്കെ എന്തൊക്കെയോ ഓഫീസുകൾ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിലൊക്കെ കസേര ചെയറൊക്കെ കണ്ടു, ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ആൾക്കാരിങ്ങനെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇത് റഷും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. എല്ലാവരും അവരവരുടേതായ ഫോട്ടോ എടുക്കലും കാര്യങ്ങളും ആസ്വദിക്കലൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ബഹളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് വലുതാണ്, അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, ഓരോരുത്തർക്കും ഓരോ ഭാഗങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നീങ്ങുമ്പോൾ തന്നെ എല്ലാവർക്കും പീസ്ഫുള്ളായിട്ട് കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വരും. അതാണ്, അത്ര വലിയ ഇതൊന്നുമില്ല. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ നിന്നിട്ട് നല്ല രസമുണ്ട്, അടിപൊളിയാണ്. ഞങ്ങൾ സെൻറ്റ് ആഞ്ചലോ ഫോർട്ടിൽ നിന്ന് എടുത്ത ഫോട്ടോസൊക്കെ ലാസ്റ്റ് വെച്ചേരാട്ടോ. കുറേ ഫോട്ടോസുണ്ട്. പിന്നെ വീണ്ടും കയറി പോവാണ്. അപ്പോൾ നമ്മളെ കാഴ്ചകൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനിയുണ്ട്. ഈ സെൻറ്റ് ആഞ്ചലോ ഫോർട്ടിലെ കാഴ്ചകൾ കഴിഞ്ഞിട്ടില്ല, അത് ഇനിയുണ്ട്. ഇൻഷാ അല്ലാഹ് ഇത് നെക്സ്റ്റ് അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഒരു വീഡിയോയിൽ തന്നെ ഫുള്ളായിട്ട് നമുക്ക് കാണിച്ച് തീർക്കാൻ പറ്റില്ല. ഇനി ഇതിൻ്റെ രണ്ടാം ഭാഗമുണ്ട്, ഇപ്പോൾ കാണിക്കാം. ഇനി കുറച്ച് ഫോട്ടോസ് കാണാം കേട്ടോ.